السلام عليكم ورحمة الله. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله ولتنظر نفس ما قدمت لغد واتقوا الله إن الله خبير بما تعملون. ബഹുമാനമുള്ള സത്യവിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ നിഖില മേഖലകളിലും പാലിക്കണേ എന്ന് ഉണർത്തുകയാണ്. നശ്വരമായ ഈ ലോക ജീവിതത്തിൻ്റെ ഓരോ നോക്കുകൾക്കും വാക്കുകൾക്കും ചിന്തകൾക്ക് പോലും നാളെ അള്ളാഹുവിൻ്റെ കോടതിയിൽ ഉത്തരം പറയേണ്ടി വരുമെന്നും നാളിതുവരെ സമ്പാദിച്ച സമ്പാദ്യങ്ങൾക്കോ സന്താനങ്ങൾക്കോ സ്നേഹബന്ധങ്ങൾക്കോ സ്ഥാനമാനങ്ങൾക്കോ സമൂഹങ്ങൾക്കോ സംഘടനകൾക്കോ സൽപ്പേരുകൾക്കോ അള്ളാഹുവിൻ്റെ കോടതിയിൽ നമ്മെ തുണക്കുവാനോ നമുക്ക് വേണ്ടി ശുപാർശ ചെയ്യുവാനോ നമ്മുടെ തെറ്റുകുറ്റങ്ങൾ ഏറ്റെടുക്കുവാനോ സാധിക്കുകയില്ല എന്നും സ്നേഹത്തിൻ്റെ ഭാഷയിൽ എന്നോടെന്നതുപോലെ നിങ്ങളോടും ഉണർത്തുകയാണ്. സാന്ദർഭികമായി എനിക്ക് ഉണർത്താനുള്ളത്, ഷാക്കിർ സാർ ഇവിടെ പറഞ്ഞ നജാത്തുൽ അനാമിന്റെ കാര്യം നിങ്ങൾ ആരും നിസ്സംഗതയോടുകൂടി കാണരുത്. കാരണം ഞാൻ ഉൾപ്പെടെയുള്ള പല ആളുകൾക്കും ജീവിതത്തിൽ ഒന്നുമല്ലാതെയാകുമായിരുന്ന പല ആളുകൾക്കും ദീന് പറയാനും സമുദായത്തിന്റെ മുന്നിൽ എഴുന്നേറ്റ് നിന്ന് സംസാരിക്കാനും പടച്ചവൻ കൊടുത്ത ബുദ്ധി ഉപയോഗിക്കുവാനും വഴിതെളിച്ച ഒരു സ്ഥാപനമാണത്. അത് ഏതെങ്കിലും ഒരു പ്രശ്നത്തിന്റെയോ ഏതെങ്കിലും ഒരു വിവാദത്തിന്റെയോ കാരണം കൊണ്ട് പാർശ്വവൽക്കരിക്കപ്പെട്ടു പോകാൻ പാടില്ല. അത് അല്പമെങ്കിലും നന്മ ബാക്കിയുള്ള ഓരോ മുസ്ലിമിന്റെയും കടമയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കാര്യം ശരിയാവണ്ണം മനസ്സിലാക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, അത്തരത്തിലുള്ള സ്ഥാപനത്തെ സഹായിക്കുന്നതിലോടുകൂടി നാം ചെയ്യുന്നത്, നാം നിറവേറ്റുന്നത് നമ്മുടെ സമുദായത്തോടുള്ള വലിയൊരു ബാധ്യതയാണ്. കാരണം ഇന്ന് നമ്മുടെ സമുദായത്തിന്റെ ഏറ്റവും വലിയ ശാപം എന്ന് പറയുന്നത് ഖുർആൻ പഠനം അല്ലെങ്കിൽ ഹദീസ് പഠനം അല്ലെങ്കിൽ ദീനി പഠനം ഒരു ഇൻഫീരിയറായി തോന്നാൻ തുടങ്ങി, ഒരു പോരായ്മയായി തോന്നാൻ തുടങ്ങി. 4 മക്കളുള്ള ഒരു വാപ്പ, ആ വാപ്പ ഒരാളോട് സംസാരിക്കാണ്, നിങ്ങളുടെ ആദ്യത്തെ മോൻ എന്താണ് ചെയ്യണത്? ഓൻ MBBS കഴിഞ്ഞു, ഇന്റർഷിപ്പ് ഒക്കെ കഴിഞ്ഞു, ഇപ്പൊ പ്രാക്ടീസ് തുടങ്ങി. രണ്ടാമത്തെ മോൻ എന്താണ് ചെയ്യുന്നത്? ഓൻ ഇപ്പൊ BTech കഴിഞ്ഞു, MTech IIT ജോയിൻ ചെയ്തു. മൂന്നാമത്തെ മോൻ എന്താണ് ചെയ്യുന്നത്? ഓൻ IAS സിവിൽ സർവീസിന്റെ പ്രിലിമിനറി പാസ്സായി മെയിനിന് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുക. 4ാമത്തെ മോൻ എന്താണ് ചെയ്യുന്നത്? ഓൻ അറബിക് കോളേജിലാണ്. ഓന്റെ കാര്യമാണ് കുറച്ച് കുഴപ്പം. ഒരുപാട് പറഞ്ഞു നോക്കി, പക്ഷെ അങ്ങോട്ട് ഏറ്റില്ല. ഒരുപാട് ഉപദേശിച്ചു നോക്കി, കുറെ ആളെ കൊണ്ട് ഉപദേശിപ്പിച്ചു, കുറെ കരിയർ ഗൈഡർമാരുടെ അടുത്ത് കൊണ്ടുപോയി, ഒന്നിനൊരു ഫലം ഉണ്ടായാലും പിന്നെ അറബിക് കോളേജിലേക്ക് തന്നെയാണ് പോയത് എന്ന് പറയുന്ന ഒരവസ്ഥ സത്യമായിട്ടും നമ്മുടെ നാട്ടിലുണ്ട്.
തീർച്ചയായിട്ടും അതാർക്കും നിഷേധിക്കാൻ സാധ്യമല്ല. ഈ ദീനി വിദ്യാഭ്യാസത്തിനോട് ഒരു തരത്തിലുള്ള ഒരു പുച്ഛം, അത് ഒന്നിനും പോരാ എന്നുള്ള ഒരു തോന്നൽ നമ്മുടെ സമുദായത്തിന് തീർച്ചയായിട്ടും ഉണ്ട്. മദ്രസയിൽ നിന്ന് വിട്ട് സ്കൂളിലേക്ക് നേരിട്ട് പോകുന്ന കുട്ടികൾ ബസ്സിൽ കയറിയാൽ ഖുർആൻ മറച്ചു പിടിക്കാൻ ശ്രമിക്കുന്ന അവസ്ഥ ഉണ്ട്. ബസ്സിൽ കയറിയാൽ ഖുർആൻ മറച്ചു പിടിക്കുക. എന്താ കാരണം? ഞാൻ ഖുർആനിന്റെ ആളാണെന്ന് അറിയാൻ പാടില്ല. അത്തരത്തിലുള്ള ഒരു അവസ്ഥ നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോ ഈ ഒരു അവസ്ഥയിൽ ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളെ, പ്രബോധകന്മാരെയും അതുപോലെ ദീന് ഉയർത്തിപ്പിടിക്കുന്ന ആളുകളെയും പടുത്തുയർത്തുന്ന സ്ഥാപനങ്ങളെ സംരക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും ബാധ്യതയാണ്. പരിതാപകരമായ അവസ്ഥയാണ് നമ്മുടെ നാട്ടിൽ, പരിതാപകരമായ അവസ്ഥ. ഫേസ്ബുക്കിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ഈ അടുത്ത് വന്ന ഒരു ഫോട്ടോ, ഏതോ ഒരു മനുഷ്യൻ അപ്ലോഡ് ചെയ്ത ഒരു ഫോട്ടോ. എന്താണ്? ഒരു ചെറുപ്പക്കാരൻ മരിച്ച പട്ടി, ചത്ത പട്ടി വയറ് വീർത്ത് പൊട്ടാനായിരിക്കുന്നു. വയറ് വീർത്ത് പൊട്ടാറായ നിറഞ്ഞ് പുഴുക്കള് വമിക്കുന്ന ഒരു പട്ടിയുടെ ശവശരീരവും കെട്ടിപ്പിടിച്ചോണ്ട് ഉറങ്ങുക. ഓന്റെ രൂപം നല്ല എക്സിക്യൂട്ടീവ് സ്റ്റൈലാണ്. ഇൻസൈഡ് ചെയ്തിട്ടുണ്ട്, ടൈ ഇട്ടിട്ടുണ്ട്, കോട്ട് ഇട്ടിട്ടുണ്ട്, ഷൂസ് ഇട്ടിട്ടുണ്ട്, ഒക്കെ ഇട്ടിട്ടുണ്ട്. കണ്ടാൽ നല്ല വിദ്യാഭ്യാസമുള്ള, ആഭിജാത്യവും അന്തസ്സും തറവാടിത്തവും ഒക്കെ ഉള്ള ഒരു ചെറുപ്പക്കാരൻ ജീവിതത്തിൽ ജീവിച്ചിരിക്കുമ്പോ, ജീവന്റെ തേജസ് ഉള്ള സമയത്ത് പോലും മാന്യനായ ഒരു മനുഷ്യൻ തൊടാൻ മടിക്കുന്ന തെരുവു പട്ടിയെ, അത് ചത്തു കഴിഞ്ഞ് അതിന്റെ വയറ് വീർത്ത് പൊട്ടാറായിരിക്കുന്ന സമയത്ത് പോലും അതിനെ കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങുന്ന അവസ്ഥ. കഞ്ചാവ് അടിച്ചിട്ടാണ്, കള്ള് കുടിച്ചിട്ടാണ്, മയക്കുമരുന്ന് ഉപയോഗിച്ചിട്ടാണ്. അല്ലേ? എത്ര യുവത്വം, എത്ര ആളുകൾ അങ്ങനെ നശിച്ചു പോകുന്നുണ്ടെന്നറിയോ സഹോദരങ്ങളെ? എത്ര ആളുകൾ അല്ലേ? ഇവരെയൊക്കെ ഒന്ന് തിരിച്ചു വിളിക്കേണ്ട ബാധ്യത നമുക്കില്ലേ? ഇവരുടെയൊക്കെ തോളത്ത് തട്ടിക്കൊണ്ട് നാളെ വരാനിരിക്കുന്ന ഒരു പരലോകത്തെ കുറിച്ച് ഓർമ്മപ്പെടുത്തേണ്ട ബാധ്യത എനിക്കും നിങ്ങൾക്കും ഇല്ലേ? അത് നമുക്ക് മറക്കാൻ പറ്റുമോ? കണ്ണൂരിന്ന് കുറ്റിയാടി എന്ന് പറയുന്ന പ്രദേശത്തേക്ക് ഒരു പരിപാടിക്ക് പോയതാ. മാഹിന്ന് ഒരു മനുഷ്യൻ വണ്ടിയിൽ കയറി, ബസ്സിൽ കയറി മുന്നിലൂട്ട് കയറി അവിടെയുള്ള സ്ത്രീകളെ മുഴുവൻ ശല്യം ചെയ്തു. എന്നിട്ട് പിറകിൽ നിൽക്കുന്ന ആളെയും ശല്യം ചെയ്യാൻ തുടങ്ങി. പിറകെ നിൽക്കുന്ന ആളെയും ശല്യം ചെയ്തു. അവസാനം ആളുകളൊക്കെ കൂടി ആ മനുഷ്യനെ ബസ്സിൽ നിന്ന് പിടിച്ചു പുറത്തേക്കിട്ടപ്പോ അയാൾ വീണത് ആളുകൾ കാഷ്ടിച്ചതും ആളുകൾ മൂത്രിച്ചതും ഒഴുകുന്ന ഒരു തെരുവിലുള്ള ഒരു അഴുക്കുചാലിലേക്കാണ്. ആ അഴുക്കുചാലിലേക്ക് ആ മനുഷ്യൻ വീണപ്പോ അയാളുടെ മുഖം കുത്തിയാണ് വീണത്. ബസ്സില് വിൻഡോ സീറ്റിലിരിക്കുന്ന എനിക്ക് കൃത്യമായിട്ട് കാണാം. അത് അയാൾ നായ കൊണ്ടിങ്ങനെ നക്കി കുടിക്കുക, ഓവുചാലിലെ വെള്ളം നാവ് കൊണ്ടിങ്ങനെ നക്കി കുടിക്കുക. സഹോദരങ്ങളെ, ഇതൊക്കെ ഈ മനുഷ്യനോട് ചോദിച്ചാലുണ്ടല്ലോ, പേരെന്താണെന്ന് ചോദിച്ചാൽ ചിലപ്പം പറയും മുഹമ്മദ്, അല്ലെങ്കിൽ അഹമ്മദ്, അല്ലെങ്കിൽ അജ്മൽ, അല്ലെങ്കിൽ അൻവർ. അല്ലെ? പത്രം തുറന്നു നോക്കുമ്പോ എന്ത് പെണ്ണുപിടിയുണ്ടെങ്കിലും, ബലാത്സംഗം ഉണ്ടെങ്കിലും, പിടിച്ചു പറയുണ്ടെങ്കിലും, കഴുത്തറക്കലുണ്ടെങ്കിലും, കൊലപാതകം ഉണ്ടെങ്കിലും അതിന്റെയൊക്കെ വക്താക്കളായി പത്രമാധ്യമങ്ങൾ അടിച്ചുവിടുന്നത് അൻവറും അഹമ്മദും മുഹമ്മദും അഹമ്മദും. എന്ത് ദുരന്തം സഹോദരൻ, എന്ത് ദുരന്തം അല്ലെ? എന്താ ഇങ്ങനെ സംഭവിക്കാൻ കാരണം? ഖുർആനെയും ഹദീസിനെയും വലിച്ചെറിഞ്ഞു. അത് വേണ്ട, അത് രണ്ടാം കടയല്ലേ? അറബിക് കോളേജിൽ പഠിക്കുന്ന കുട്ടികൾ ഇൻഫീരിയർ അല്ലേ? അറബിക് കോളേജിൽ പഠിക്കുന്ന കുട്ടികള് MBBS-നും BTech-നും MTech-നും IAS-നും IPS-നും പ്രിപ്പയർ ചെയ്യുന്ന മറ്റുള്ള കുട്ടികളുടെ മുന്നിൽ ഇൻഫീരിയർ അല്ലേ? പുതിയാപ്പിളക്ക് അന്വേഷണം വരുമ്പോ എന്താ ഓന് പണി? ഓൻ ആഴ്ചയിൽ ഖുതുബ പറയലുണ്ട്. ആഴ്ചയിൽ ഖുതുബ പറയലുണ്ടോ? അങ്ങനെ ഉണ്ടോ? മൗല്യരാണോ എന്ന് ചോദ്യം. ഇതാണ് നമ്മുടെ നാടിന്റെ ഏറ്റവും വലിയ ശാപം. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ നാട് അധർമ്മത്തിൽ നിന്ന് അധർമ്മത്തിലേക്കും, അസംസ്കാരത്തിൽ നിന്ന് അസംസ്കാരത്തിലേക്കും കൂപ്പുകുത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു രക്ഷയില്ലാത്ത കോലത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നത്. എന്റെ നാട്ടിൽ ഒരു കുടുംബമുണ്ട്, ഒരു മുജാഹിദ് കുടുംബം. ആ കുടുംബം വളരെ സുന്ദരമായ കുടുംബം. നമ്മളൊക്കെ കാണുമ്പോൾ അൽഹംദുലില്ലാഹ്, ഇത്ര നല്ല ഒരു കുടുംബം, എന്ത് സന്തോഷാണ്. ഭാര്യയും ഭർത്താവും തമ്മിൽ കുഴപ്പങ്ങളില്ല, ഉമ്മയും വാപ്പയും തമ്മിൽ പ്രശ്നങ്ങളില്ല, മക്കളും ഉമ്മയും തമ്മിൽ പ്രശ്നങ്ങളില്ല, മക്കളും വാപ്പയും തമ്മിൽ പ്രശ്നങ്ങളില്ല. അതാത് കൊടുക്കേണ്ട റെസ്പെക്റ്റും അതാത് കൊടുക്കേണ്ട ബഹുമാനങ്ങളും പരസ്പരം കാണിച്ചുകൊണ്ട് സുഖസുന്ദരമായി ജീവിച്ചു പോകുന്ന ഒരു കുടുംബം. ആ കുടുംബം ഉമ്മയും വാപ്പയും, ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും. ആ കുടുംബത്തിന്റെ സാധാരണ ജീവിതഗതി എന്താണെന്ന് പറഞ്ഞാൽ അവർ രാവിലെ എഴുന്നേൽക്കും. വാപ്പയും മകനും സുബഹിക്ക് പള്ളിയിൽ പോവും. ഉമ്മയും മകളും കൂടി ചായ ഉണ്ടാക്കും. അങ്ങനെ അവരെല്ലാവരും തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഒരുമിച്ചിരുന്ന് ചായ കുടിക്കും, അമാനി മൗലവിന്റെ തഫ്സീർ വായിക്കും. അങ്ങനെ ദീനി ചിട്ടയിൽ മുന്നോട്ട് പോകുന്ന ഒരു കുടുംബം, അല്ലലില്ലാത്ത അലട്ടലില്ലാത്ത ഒരു കുടുംബം.
ഈ കുടുംബത്തില് വാപ്പാക്ക് പ്രൊമോഷൻ ലഭിച്ചു. വാപ്പാക്ക് ഇപ്പോഴുള്ള ജോലിയേക്കാൾ കൂടുതൽ റെമ്യൂണറേഷൻ ഉള്ള ഒരു ജോലി കിട്ടി. അദ്ദേഹം ആ ജോലിക്ക് പോയി 2 മാസം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ ഭാര്യക്ക് ഒരാഗ്രഹം. എന്താ ഇക്കാക്ക, വീട്ടിൽ TV ഇല്ല. വീട്ടിൽ TV ഇല്ല, എന്താ കുഴപ്പം? ഒരു TV വാങ്ങിച്ചൂടെ? TV വാങ്ങിക്കണോ? അത് വേണോ? ഇതുവരെ ഇല്ലാത്തൊരു സംഗതി നമ്മളായിട്ട് അത് പുതിയതായിട്ട് കൊണ്ടുവരണോ? അതൊന്നും പ്രശ്നമൊന്നുമില്ല. TV വാങ്ങിച്ചാൽ എന്താ, പ്രസംഗം കേൾക്കാലോ, ഡിബേറ്റ് കേൾക്കാലോ, സംവാദങ്ങൾ കേൾക്കാലോ, കുട്ടികൾ ദീൻ പഠിക്കട്ടെ. എന്നാ ആയിക്കോട്ടെ, TV വാങ്ങാം. TV വാങ്ങിച്ചു. കുറച്ച് നാൾ കഴിഞ്ഞു. അടുത്ത അവധിക്ക് ഭർത്താവ് വന്നപ്പോ ഭാര്യന്റെ ആവശ്യം, ഒരു കേബിള് വാങ്ങിച്ചൂടെ? കേബിളോ? എന്തിനാ മോളെ, അത് വേണോ? ആനിമൽ പ്ലാനറ്റ് കാണാൻ, ഡിസ്കവറി കാണാൻ, വാർത്ത കേൾക്കാൻ, ഒന്ന് വാങ്ങിച്ചൂടെ? ഭർത്താവ് പറഞ്ഞു, ശരി, അതും കൂടി വാങ്ങിക്കാം. അങ്ങനെ ആ കേബിളും വലിച്ചു, സ്വസ്ഥമായി. പിന്നുള്ള അവസ്ഥ നിങ്ങൾക്ക് അറിയാലോ. പിന്നെ സാധാരണ ഉണ്ടാവുന്ന അവസ്ഥ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാലോ. രാത്രി 8:30 ഇല്ല, 9 മണി ഇല്ല, 9:30 ഇല്ല, 10 മണി ഇല്ല. പിന്നെ രാത്രി 8 മണിക്ക് പകരം എന്താണ്? നീ എപ്പോഴാ ചപ്പാത്തി ഉണ്ടാക്കിയത്? മാനസപുത്രി കഴിഞ്ഞപ്പോ. നീ എപ്പോഴാ ചോറുണ്ടാക്കിയത്? കാവ്യാഞ്ജലിന്റെ തൊട്ടു മുമ്പ്. സീരിയലിനെ കൊണ്ടാ മുഴുവൻ സമയം പറച്ചിൽ മുഴുവനും സീരിയൽ കൊണ്ടായി. ആ കുടുംബം നശിച്ചു. നടന്ന കഥയാണ്, നടന്ന അവസ്ഥയാണ്. വെറുതെ കെട്ടുകഥ പറയല്ല. ഇന്ന് ആ കുടുംബത്തിന്റെ ദുരന്തം സഹോദരങ്ങളെ ഓരോ മനുഷ്യനും, ഓരോ മുജാഹിദിനും പാഠമാണ്, മനസ്സിലാക്കണം ശരി. അങ്ങനെ ഈ കുടുംബം അത്തരത്തിലൊരു അവസ്ഥയിൽ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ പെൺകുട്ടിയെ മാസങ്ങളായി ശല്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു യുവാവ് ഉണ്ടായിരുന്നു. പെൺകുട്ടി സ്ഥിരമായിട്ട് സീരിയലും സിനിമയൊക്കെ കാണുന്നത് ഇവൻ അറിഞ്ഞു. ഇവൻ മനസ്സിലാക്കി, പോസ്റ്റ് ഒഴിഞ്ഞു കിടക്കുന്ന സമയമാണ്, അടിക്കാൻ ഏറ്റവും നല്ല അവസരമാണ്. അങ്ങനെ അവൻ ഗോളടിച്ചു. പെൺകുട്ടിയെ വളച്ചൊരു പരിധിയിലാക്കി. ആൺകുട്ടി എല്ലാ തോന്നിയാസ്തരങ്ങളും തുടങ്ങി. കാരണം ഖുർആനില്ല. ഒരു ദിവസം വാപ്പ വീട്ടിലേക്ക് വന്നപ്പോ ഉമ്മ പറഞ്ഞു, മകൾക്കെന്തോ ശാരീരിക അസ്വസ്ഥയുണ്ട്, ഒരുപാട് നാളായിട്ട് പറയുന്നുണ്ട്, ഒന്ന് ഡോക്ടറെ കാണിക്കണം. അപ്പൊ വാപ്പ പറഞ്ഞു, ശരി, ഡോക്ടറെ കാണിക്കാം. അങ്ങനെ വരുന്ന ശനിയാഴ്ച ബുക്ക് ചെയ്തു. ഡോക്ടറെ അടുത്ത് പോയി. ഡോക്ടർ പരിശോധിച്ചിട്ട് പറഞ്ഞു, കുറച്ച് ചെക്കപ്പൊക്കെ ആവശ്യമാണ്, കുറച്ച് പരിശോധനയൊക്കെ ആവശ്യമാണ്. അങ്ങനെ വാപ്പ പറഞ്ഞു, ശരി, കല്യാണം കഴിച്ച് വിടേണ്ട കുട്ടിയാണല്ലോ, അങ്ങനെയൊക്കെ കഴിഞ്ഞോട്ടെ. അങ്ങനെ ലബോറട്ടറിയിൽ നഴ്സ് കൊണ്ടുപോയി. ചെക്കപ്പൊക്കെ കഴിഞ്ഞു. ഇങ്ങനെ റിസൾട്ട് ഇങ്ങനെ കാത്തിരിക്കുക ഉപ്പയും മോളും. അപ്പോ ലബോറട്ടറിയിൽ നിന്ന് പുഞ്ചിരിച്ചുകൊണ്ടൊരു നഴ്സ് ഇങ്ങനെ ഇറങ്ങി വന്നു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾക്കൊരു സന്തോഷ വാർത്ത ഉണ്ട്, നിങ്ങളുടെ മകൾ ഗർഭിണിയാണ്. ഈ മനുഷ്യൻ ഭ്രാന്തനെ പോലെ എഴുന്നേറ്റു. അന്ന് വരെ തന്റെ മകളുടെ രോമത്ത് പോലും ദേഷ്യത്തോടുകൂടി തൊട്ടിട്ടില്ലാത്ത ഈ പിതാവ് ആശുപത്രിയുടെ മൂലയിൽ ചാർത്തി വെച്ചിരുന്ന ചൂലെടുത്തുകൊണ്ട് തന്റെ മുഴുവൻ ഊക്കും ഉപയോഗിച്ച് ആ പെൺകുട്ടിയെ പേപ്പട്ടിയെ തല്ലുന്നത് പോലെ തല്ലി. ആളുകൾ നോക്കി നിൽക്കുന്നുവെന്ന് ചിന്തയില്ലാതെ 4 ഭാഗത്തു നിന്നും ആളുകൾ വന്ന് പിടിച്ചു വെക്കാൻ ശ്രമിച്ചു. നടന്നില്ല. ഈ മനുഷ്യൻ തട്ടിമാറ്റി. ഒരാഴ്ചക്കുള്ളിൽ ആ മനുഷ്യൻ അറ്റാക്ക് വന്ന് മരിച്ചു. ഇന്നും ഇതേ ദിവസവും മാനസികാരോഗ്യ ചികിത്സാ കേന്ദ്രത്തിൽ അഴികൾക്കുള്ളിൽ ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ട കരങ്ങളാൽ ഭ്രാന്തിയായിക്കൊണ്ട് പാറിപ്പറന്ന മുഖവുമായി ഗതകാല ജീവിതത്തിന്റെ സ്മരണയുമായി തന്റെ ഹൃദയത്തിൽ വിങ്ങിപ്പൊട്ടുന്ന അനന്യമായ വേദന കടിച്ചു പിടിച്ചുകൊണ്ട് മാനസികാരോഗ്യ ചികിത്സാ കേന്ദ്രത്തിലെ ഗാർഡുമാരുടെ സംരക്ഷണത്തോടുകൂടി കഴിഞ്ഞുകൂടുന്നു ഇന്നും ആ മാതാവ്. ആ മകൻ ഇന്ന് കണ്ണൂർ ജില്ലയിൽ അറിയപ്പെട്ട കഞ്ചാവ് കച്ചവടക്കാരനാണ്. ആളുകളെ വിറപ്പിക്കുന്ന, ആരും കേട്ടാലൊന്ന് വിറച്ചു പോകുന്ന ഏറ്റവും വലിയ ഗുണ്ട. ഒരു കാലത്ത് അവന്റെ ചുണ്ടത്തേക്ക് അവന്റെ കൂട്ടുകാര് സിഗരറ്റ് വെച്ച് കൊടുത്തപ്പോ ഓൻ പറഞ്ഞു, വേണ്ട, എനിക്ക് വേണ്ട. എന്റെ ഉമ്മ എന്നെ കാണുന്നില്ല, എന്റെ വാപ്പ എന്നെ കാണുന്നില്ല, എന്റെ എത്താത്ത എന്നെ കാണുന്നില്ല, അധ്യാപകന്മാരും കാണുന്നില്ല. പക്ഷേ 24 മണിക്കൂറും എന്നെ നോക്കിക്കൊണ്ടിരിക്കുന്ന എന്റെ റബ്ബ്, ആ റബ്ബിന്റെ മുന്നിൽ പരലോകത്ത് വെച്ച് പഞ്ചപുച്ഛമടക്കി ഞാൻ ഉത്തരം പറയേണ്ടി വരുമടാ എന്ന് പറഞ്ഞ ആ സിഗരറ്റ് തള്ളിക്കളഞ്ഞ അവൻ ഖുർആനിന്റെ സംരക്ഷണ വലയം ഇല്ലാതെയായപ്പോ ചുണ്ടിലേക്ക് വെച്ചുകൊടുത്ത സിഗരറ്റിന്റെ കൊള്ളി വാങ്ങി വലിച്ചു. മാത്രമല്ല അതിന്റെ പ്രചാരകനായി കഞ്ചാവിന്റെയും മയക്കുമരുന്നിന്റെയും ഡിസ്ട്രിബ്യൂട്ടറായി കണ്ണൂരിന്റെ മണ്ണിൽ ഇന്നും ആളുകളെ വെറുപ്പിച്ചുകൊണ്ട് ജീവിക്കുന്നു അവൻ.
ആളുകളുടെ മുന്നിൽ ഒരു ചോദ്യചിഹ്നമായി തന്റെ ജീവിതത്തിന്റെ ശാപങ്ങൾ മുഴുവനും ഏറ്റുവാങ്ങി തന്റെ പിതാവിന്റെ മരണത്തിന്റെ കാരണക്കാരിയായി തന്റെ മാതാവ് ഭ്രാന്തിയാകുന്നതിന് കാരണക്കാരിയായി എല്ലാ വേദനകളും ഏറ്റുവാങ്ങി പിഴച്ചുപറ്റ കുഞ്ഞുമായി ഇന്നും ആ വീടിന്റെ 4 മൂലകളിൽ ഒതുങ്ങി നിൽക്കുന്ന ഗതകാല ജീവിതത്തിന്റെ സ്മരണയുമായി ആ പെൺകുട്ടി ഇന്നും ആ വീട്ടിൽ കഴിയുന്നു. സഹോദരങ്ങളെ, ഈ കുടുംബത്തിന്റെ 2 കാലഘട്ടത്തിലുള്ള അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. ശരിക്കും ചിന്തിച്ചു നോക്കി. ഈ കുടുംബത്തിന്റെ 2 കാലഘട്ടത്തിലുള്ള അവസ്ഥ. ഒരു കാലഘട്ടത്തിൽ ഖുർആൻ അവർ മുറുകെ പിടിച്ചു. സന്തോഷകരമായ ജീവിതം, ഉല്ലാസകരമായ ജീവിതം, അല്ലെ? അല്പം ചില ആളുകൾക്കുള്ള ചില കാര്യങ്ങൾ ഒഴിച്ചാൽ മറ്റെല്ലാം അവർക്കുണ്ടായിരുന്നു. ഉല്ലാസകരമായ ഒരു ജീവിതം അവർ നയിച്ചു. മരണത്തെ ഓർമ്മിച്ചു. ഓരോ തെറ്റും ചെയ്യാൻ അവസരം ലഭിക്കുന്ന സമയത്ത് മരണത്തിന്റെ ഭീകരമായ അവസ്ഥ അവർ ഓർമ്മിച്ചു, അവർ ചിന്തിച്ചു. പക്ഷേ ആ ഖുർആനിന്റെ സംരക്ഷണ വലയം ഇല്ലാതെയായപ്പോ എല്ലാം തകർന്നടിഞ്ഞു. അതുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഉണർത്തിയത്. എന്ത്? തറക്തു ഫീകും അംറൈൻ ലൻ തദില്ലു മാ തമസ്സക്തും ബിഹിമാ കിതാബുല്ലാഹി വസുന്നത്തു റസൂലിഹി. കാലത്തിന്റെ അനസ്യൂതമായ ഒഴുക്കിൽ ധർമ്മസംസ്കാര സദാചാരങ്ങൾക്ക് മൂല്യച്യുതി സംഭവിക്കുന്ന നേരത്ത് ധർമ്മത്തിന്റെ ഉത്തുംഗമായ സോപാനത്തിലേക്ക് ചേക്കേറുവാൻ, ധർമ്മം തകർന്നുകൊണ്ട് എന്നേക്കുമായുള്ള തെമ്മാടിക്കുഴിയിലേക്ക് കൂപ്പുകുത്തുന്ന നിങ്ങളുടെ പ്രിയപ്പെട്ട മക്കളുടെ കൈപിടിച്ചുകൊണ്ട് അരുതടാ പൊന്നുമോനെ എന്ന് പറയുന്നതിന് നിങ്ങൾക്ക് പിൻബലം കിട്ടാൻ 2 കാര്യങ്ങൾ നിങ്ങളിൽ ഉപേക്ഷിച്ചുകൊണ്ടാണ് ഞാൻ പോകുന്നത്. അൽ കിതാബ്, ഒന്ന് അല്ലാഹുവിന്റെ ഗ്രന്ഥമാണ്, പടച്ച തമ്പുരാന്റെ ഖുർആനാണ്. 7 ആകാശങ്ങൾക്ക് മുകളിലിരുന്നു കൊണ്ട് ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യന്റെ മനസ്സിന്റെ മന്ത്രങ്ങൾ അറിയുന്ന അല്ലാഹ്, അവന്റെ തലച്ചോറിന്റെ ആന്തോളനങ്ങൾ അറിയുന്ന അല്ലാഹ്, അവന്റെ ഹൃദയത്തെ വിമലീകരിക്കാൻ, അവന്റെ മനസ്സിനെ നന്നാക്കാൻ, അവന്റെ ജീവിതത്തെ സംസ്കരിക്കാൻ വേണ്ടി പ്രവാചകന്റെ നാവിന്റെ തുമ്പിലൂടെ ഈ ലോകത്തിന് മുഴുവനും പഠിപ്പിച്ചു കൊടുത്ത അൽ കിതാബ് അല്ലാഹുവിന്റെ ഗ്രന്ഥമാണ്. വസുന്നത്തു റസൂലിഹി, രണ്ടാമതായി പ്രവാചകന്റെ ചര്യയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ ഖുർആനിന്റെ ശക്തി മനസ്സിലാക്കുവാൻ നമുക്ക് സാധിക്കണം. ആ ഖുർആനിന്റെ മാസ്മരികമായ കഴിവ്, ആ ഖുർആനിന്റെ മനുഷ്യന്റെ ഹൃദയത്തിന്റെ അകത്തളങ്ങളിലേക്ക് കടന്നു ചെന്നുകൊണ്ട് അവന്റെ കണ്ണിനെ നിറക്കാൻ, അവന്റെ ഹൃദയത്തെ മാറ്റിമറിക്കാനുള്ള കഴിവ് നാം മനസ്സിലാക്കണം. ആരായിരുന്നു ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു? ഉഖാല ചന്തയെ വിറപ്പിച്ചിരുന്ന, മക്കയെ വിറപ്പിച്ചിരുന്ന, മക്കയിലെ ജനങ്ങളെ വിറപ്പിച്ചിരുന്ന തെമ്മാടിയായ ഒരു മനുഷ്യൻ, മൂല്യങ്ങളില്ലാത്ത, സംസ്കാരം എന്തെന്നറിയാത്ത, ധർമ്മം എന്തെന്നറിയാത്ത, മനുഷ്യത്വം എന്തെന്നറിയാത്ത, കാടനായ ക്രൂരനായ ഒരു മനുഷ്യൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ആ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതത്തിന്റെ മാറ്റത്തിന്റെ സന്ദർഭം രോമാഞ്ചപുളകിതമായ രൂപത്തിൽ ചരിത്രത്തിന്റെ താളുകൾ വിശദീകരിക്കുന്നുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തലയറുത്തെടുക്കാൻ വേണ്ടി ഒരു ഭ്രാന്തനെ പോലെ ഊരിപ്പിടിച്ച വാളുമായി ഓടിപ്പോകുന്ന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മുന്നിൽ നഈം ഇബ്നു അബ്ദുള്ള എന്ന ഇസ്ലാമിക വിശ്വാസി വന്നു നിന്നുകൊണ്ട് ചോദിച്ചു, എവിടേക്കാണ് ഉമറേ നിന്റെ യാത്ര? എവിടേക്കാണ് ഉമറേ നിന്റെ യാത്ര? ഉമർ ഇബ്നുൽ ഖത്താബ് പറഞ്ഞു, എനിക്ക് മുഹമ്മദിന്റെ തലയെടുക്കണം. ലാത്തയെ തള്ളിപ്പറഞ്ഞ, ഉസ്സയെയും മനാത്തയെയും ഹബലയെയും തള്ളിപ്പറഞ്ഞ പൂർവ്വപിതാക്കന്മാർ ഏതൊരു ദൈവത്തിന്റെ മുന്നിലാണോ നമ്രശിരസ്കരായത്, ആ ദൈവങ്ങളെ മുന്നിൽ മുഴുവനും തള്ളിപ്പറഞ്ഞ മുഹമ്മദിന്റെ തല എനിക്കെടുക്കണമെന്ന് ആക്രോശിച്ചുകൊണ്ട് നടന്നുപോയ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മുന്നിൽ വന്ന് നിന്നുകൊണ്ട് നഈം ഇബ്നു അബ്ദുള്ള ചോദിച്ചു, എവിടേക്കാണ് ഉമറേ? ഉമർ പറഞ്ഞു, എനിക്ക് മുഹമ്മദിന്റെ തലയെടുക്കണം. നഈം ഇബ്നു അബ്ദുള്ള മറുപടി പറഞ്ഞു, നീ മുഹമ്മദിന്റെ തലയെടുക്കുന്നതിന്റെ മുന്നേ നിന്റെ വീടിന്റെ അകത്തളങ്ങളിലേക്കും ഇസ്ലാമിന്റെ പ്രകാശം കടന്നു ചെന്നിട്ടുണ്ടെന്നുള്ള സത്യം നീ മനസ്സിലാക്കണം. അത് ആ ഇസ്ലാമിന്റെ പ്രകാശം തെറ്റാണെന്നുണ്ടെങ്കിൽ ആദ്യമായി നിന്റെ വാളിന്റെ മൂർച്ചക്കിരയാകേണ്ടത് മുഹമ്മദല്ല ഉമറേ. പിന്നെ നിന്റെ വാളിന്റെ മൂർച്ചക്കിരയാകേണ്ട ആദ്യത്തെ ആള് നിന്റെ സ്വന്തം പെങ്ങള് ഫാത്തിമ തന്നെയാണ്. ആ ഫാത്തിമയുടെ
ഭർത്താവായ നിന്റെ അളിയനുമാണ് നിന്റെ ഭാര്യ, നിന്റെ വാളിന്റെ മൂർച്ചക്ക് ആദ്യമായി വിധേയനാകേണ്ടത് എന്ന് പറഞ്ഞപ്പോ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കോപമങ്ങ് ഇരട്ടിച്ചു. തന്റെ പെങ്ങളുടെ വീട്ടിലേക്ക് കടന്നുപോയ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആ വാതിലിന്റെ അടുത്ത് നിൽക്കുമ്പോൾ തന്നെ അകത്ത് നിന്ന് ഖുർആൻ പാരായണത്തിന്റെ ശബ്ദം കേട്ടു. വാതിൽ പാളി ചവിട്ടിപ്പൊളിച്ചുകൊണ്ട് തന്റെ പെങ്ങളുടെ വീടിന്റെ അകത്തേക്ക് കയറിയ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കണ്ട കാഴ്ച, ഖുർആൻ പാരായണം ചെയ്യുന്ന, ഖുർആനിന്റെ ഏടുകൾ പാരായണം ചെയ്യുന്ന തന്റെ പ്രിയപ്പെട്ട പെങ്ങളെയാണ്, തന്റെ പ്രിയപ്പെട്ട അളിയനെയാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരു ചീറ്റപ്പുലിയെ പോലെ പാഞ്ഞു ചെന്നുകൊണ്ട് തന്റെ അനുജന്റെ കുപ്പായത്തിൽ പിടിച്ചു വലിച്ച് അദ്ദേഹത്തിന്റെ മുഖത്തേക്ക് ആഞ്ഞൊരു പ്രഹരം നൽകി. രക്തത്തിൽ കുളിച്ചുകൊണ്ട് നിലത്ത് വീണ ഭർത്താവിന്റെ സഹായത്തിന് വേണ്ടി ഉമറിന്റെ പെങ്ങളായ ഫാത്തിമ ഓടി വന്നുകൊണ്ട് ഉമറിനെ തട്ടിമാറ്റി ചോദിച്ചു, അല്ലാഹുവിന്റെ ശത്രുവേ, അല്ലാഹുവിന്റെ ശത്രുവേ, എന്തിനു വേണ്ടിയാണ് നീ ഞങ്ങളെ ആക്രമിക്കുന്നത്? ഏകനായ അല്ലാഹുവിന്റെ മുന്നിൽ മാത്രമേ നമ്മൾ ശിരസ്കരാകൂ എന്ന ശപഥത്തിന് ഫലമായിട്ടാണ് നീ ഞങ്ങളെ ആക്രമിക്കുന്നതെങ്കിൽ മനസ്സിലാക്കിക്കോ, എന്നെയും എന്റെ ഭർത്താവിനെയും ഇഞ്ചിഞ്ചായി ഭൂമിയിൽ നീ കൊന്നു കുഴിച്ചു മൂടുകയാണെങ്കിലും ഇല്ലടാ, ഞങ്ങളുടെ നാവിൽ നിന്നൊരു വിളി പോലും ലാത്തക്ക് വരില്ല, ഉസ്സക്ക് വരില്ല, മനാത്തക്ക് വരില്ല, ഹബലക്ക് വരില്ല എന്ന് പ്രഖ്യാപിച്ച ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ അനുപമമായ അനിതര സാധാരണമായ ധൈര്യത്തിന്റെ, അനിതര സാധാരണമായ ധീരതയുടെ ഉറവിടം എവിടെയാണെന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരു വേളയൊന്ന് ചിന്തിച്ചു പോയി. ഇതുവരെ തന്റെ മുന്നിൽ പൂച്ചയെ പോലെ ഒതുങ്ങി നിന്നിരുന്ന തന്റെ പ്രിയപ്പെട്ട പെങ്ങള് ഒരു സുപ്രഭാതത്തിൽ ഇതാ മക്ക മുഴുവനും പേടിക്കുന്ന എന്റെ മുന്നിൽ സത്യത്തിന്റെ ആദർശം തുറന്നു പറയാൻ മാത്രം ധീരയായിരിക്കുന്നു, ഹൃദയം ഉൾക്കൊണ്ട ആദർശം തുറന്നു പ്രഖ്യാപിക്കാൻ മാത്രം ധീരയായിരിക്കുന്നു. എവിടെന്ന് കിട്ടിയവൾക്ക് ഈ ധൈര്യമെന്ന് അന്താളിച്ചു പോയ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സിന് ചെറിയൊരു പദം വരികയാണ്. ഒരു ചെറിയ കുട്ടിയെ പോലെ പദം വന്ന മനസ്സുമായി ഉമർ ചോദിക്കുകയാ, മോളെ ആ ഏടൊന്നിങ്ങോട്ട് തരൂ, ഞാനൊന്ന് വായിച്ചു നോക്കട്ടെ. ഫാത്തിമ പറഞ്ഞു, നീ ശുദ്ധിയായി വരിക, ഈ വചനം നിനക്ക് ഓതി കേൾപ്പിച്ചു തരാം. തന്റെ പെങ്ങള് പറയുന്ന വചനം അതുപോലെ കേട്ടുകൊണ്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വീടിന്റെ അകത്തേക്ക് പോയി കുളിച്ച് വൃത്തിയായി വന്നു. ഉമറിന്റെ മുന്നിൽ ഖുർആൻ പാരായണം ചെയ്യപ്പെട്ടു. ത്വാഹാ മാ അൻസൽനാ അലൈക്കൽ ഖുർആന ലിതഷ്ഖാ ഇല്ലാ തസ്കിറതൻ ലിമൻ യഖ്ശാ തൻസീലം മിമ്മൻ ഖലഖൽ അർള വസ്സമാവാതിൽ ഉലാ അർറഹ്മാനു അലൽ അർശി ഇസ്തവാ. ഇതുവരെ കരഞ്ഞിട്ടില്ലാത്ത, ഇതുവരെ ഹൃദയം പൊട്ടിയിട്ടില്ലാത്ത, ഇതുവരെ സങ്കടപ്പെട്ടിട്ടില്ലാത്ത, ഇതുവരെ മനുഷ്യത്വം എന്താണെന്നറിയാത്ത ഉമറിന്റെ കവിൾത്തടത്തിലൂടെ കണ്ണുനീരെ ചാലിട്ടൊഴുകുകയാണ്. എന്തോ ഒന്ന് തീരുമാനിച്ചുറപ്പിച്ചതുപോലെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തന്റെ ഇരിപ്പിടത്തിൽ നിന്ന് എഴുന്നേറ്റുകൊണ്ട് ഇസ്ലാമിന്റെ ആദ്യ പ്രബോധനത്തിന്റെ വീടായ അർക്കമിന്റെ വീട്ടിലേക്ക് നടന്നുപോയി. ആ വാതിൽ പാളി തുറന്നുകൊണ്ട് പ്രവാചകന്റെ മുന്നിൽ പ്രഖ്യാപിക്കുകയാ, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. പ്രവാചകരെ, ഇന്ന് മുതൽ ഞാനിതാ അങ്ങയുടെ അനുചരനാണ്, അങ്ങയുടെ ഫോളോവറാണ്. പ്രവാചകരെ, താങ്കൾ എന്ത് പറഞ്ഞാലും അത് മനസ്സാ വാചാ കർമ്മണ അനുസരിക്കാൻ, ജീവിതത്തിൽ പ്രവർത്തനത്തിൽ കൊണ്ടുവരാൻ ഞാൻ തയ്യാറാണ്. കഅബ ശരീഫിന്റെ അടുത്തേക്ക് കടന്നു ചെന്നുകൊണ്ട് ഹാലിളകി നിൽക്കുന്ന ഖുറൈശി കൂട്ടത്തിന്റെ മുന്നിലേക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട്, ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ വചനം ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് അവിടെ നിന്ന് വരുന്ന കല്ലേറുകളും മടികളും കൂപ്പുകളും കുത്തുകളും ഏറ്റുവാങ്ങി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതം ഇസ്ലാമിന്റെ ചരിത്രത്തിന്റെ താളുകളിൽ പുതിയ ഒരു അധ്യായം രചിക്കാൻ ആരംഭിച്ചു. എന്താ കാരണം? ഖുർആനിന്റെ ചില വചനങ്ങളാണ്, ഖുർആനിന്റെ ചില വചനങ്ങൾ മാത്രം. സഹോദരി, ഇത് ഖുർആനിന്റെ ശക്തിയാണ്, ഇത് ഖുർആനിന്റെ ശക്തിയാണ്. എത്ര വലിയ ക്രൂരനെയും മാറ്റിമറിക്കാനുള്ള മാസ്മരികമായ ശക്തി ഖുർആനുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. കേരളത്തില് മദ്യപാനം ഒന്ന് കുറക്കാൻ വേണ്ടിയിട്ട്, മദ്യപാനം
ഒന്ന് കുറക്കാൻ വേണ്ടിയിട്ട് ആവുന്നത്ര പണിപ്പെട്ടു. സാധാരണ പറയുന്ന ഒരു വർത്താനുണ്ട്, എന്താണെന്നറിയോ? ഇന്ത്യൻ ഗവൺമെന്റിന്റെ ഏറ്റവും നല്ല വരുമാനം എന്ന് പറയുന്നത് മദ്യമാണ്. പൊട്ടത്തരാണ്. ഇന്ത്യൻ ഗവൺമെന്റിന്റെ ഏറ്റവും നല്ല വരുമാനമാണ് മദ്യം എന്ന് പറയുന്നത് പൊട്ടത്തരമാണ്. കാരണം എന്താണെന്നറിയോ? ഇന്ത്യ രാജ്യത്തിന്റെ മാൻ പവറിനെ ഏറ്റവും കൂടുതൽ നശിപ്പിക്കുന്നത് മദ്യമാണ്. ഇനി വരുന്ന 40 വർഷം ഏറ്റവും കൂടുതൽ യങ് പോപ്പുലേഷൻ ഉള്ള ഒരു രാജ്യമാണ് ഇന്ത്യ. ലോകത്തെ മുഴുവനും കീഴടക്കാൻ മാത്രം പ്രാപ്തിയുള്ള ഒരു രാജ്യം. ഏറ്റവും കൂടുതൽ യുവാക്കളുള്ള, സിരകളിലൂടെ രക്തം തിളച്ചു കയറുന്ന, ഡാമുകൾ കെട്ടാനും ലോകത്തിന്റെ ഗതി മാറ്റിവിടാനും ശക്തിയുള്ള യുവത്വം ലോകത്ത് ഏറ്റവും കൂടുതൽ ഇന്ത്യയിലാണ്. ഈ യുവത്വത്തെ നശിപ്പിക്കുന്ന ഒന്നാമത്തെ സംഭവമാണ് മദ്യം. ഈ മദ്യം കഴിച്ച് അതോടെ ഉണ്ടാകുന്ന ഡിസീസിന്റെ റീഹാബിലിറ്റേഷന് വേണ്ടി ഇന്ത്യൻ ഗവൺമെന്റ് ചെലവഴിക്കുന്ന സംഖ്യ, അത് ഇതിൽ നിന്ന് കിട്ടുന്ന ലാഭത്തിന്റെ എത്രയോ ഇരട്ടിയാണ്. അതുകൊണ്ട് തന്നെ ഈ മദ്യപാനം ഒന്ന് കുറക്കാൻ വേണ്ടി രാജ്യാടിസ്ഥാനത്തിലും സംസ്ഥാനാടിസ്ഥാനത്തിലും ഗവൺമെന്റുകൾ ഒരുപാട് പ്രവർത്തിക്കുന്നുണ്ട്. മദ്യത്തിനെതിരെ ഇപ്പോ ഏത് സിനിമയായാലും, ഏത് സീരിയലായാലും, ഏത് എന്റർടൈൻമെന്റ്, ഏത് രംഗമായാലും അതിന്റെ മുമ്പ് മദ്യത്തിനും പുകവലിക്കുമെതിരെ മുന്നറിയിപ്പ് നിർബന്ധമാക്കി. എല്ലാ തരത്തിലും ശ്രമിച്ചുകൊണ്ടിരിക്കുക. എന്നാലോ കേരളത്തിലെ കാര്യം പറയാ, വെയിലും തണുപ്പും ചൂടും പുകയും പൊടിയും കറുപ്പും വെളുപ്പും മതവും ശാസ്ത്രവും സിദ്ധാന്തവും പ്രത്യയശാസ്ത്രവും ഒന്നും കണക്കിലെടുക്കാതെ മനുഷ്യൻ ഒത്തൊരുമിച്ചൊന്നായി മാനവ ഐക്യം കാണിക്കുന്ന ഒരേ ഒരു സ്ഥലം കേരളത്തിൽ ബാറിന്റെ മുന്നിലാണ്. അവിടെ ഉന്തുകളില്ല, തള്ളുകളില്ല, ഭയങ്കര എത്തിക്സ് ആണ്, ഭയങ്കര നോംസ് ആണ്, ഭയങ്കര വാല്യൂസ് ആണ്, അല്ലെ? അവിടെ ഉന്തും തള്ളും കച്ചറകളുമില്ല, ഐക്യത്തോടുകൂടി. ഈ ഗവൺമെന്റ് ഇറക്കുന്ന ഓരോ പോളിസിയും ഈ ക്യൂവിന്റെ വലുപ്പം കൂട്ടല്ലാതെ വല്ലാഹി സത്യം ഇന്ന് വരെ എവിടെയും കുറച്ചിട്ടില്ല. മഷിയിട്ട് നോക്കി ഞങ്ങൾക്ക് കാണാൻ സാധ്യമല്ല. ഗവൺമെന്റ് പോളിസി കാരണം ഈ ക്യൂവിന്റെ അളവ്, ഈ ക്യൂവിന്റെ വലുപ്പം കൂടല്ലാതെ കുറഞ്ഞിട്ടില്ല. എന്തൊക്കെ പോളിസി ഗവൺമെന്റ് കൊണ്ടുവരുന്നുണ്ടോ കള്ളുകൂടി കുറക്കാൻ വേണ്ടി, അപ്പോഴൊക്കെ ക്യൂവിന്റെ വലുപ്പം കൂടും. കുടിച്ച് മനുഷ്യൻ മരിക്കുകയാണ്. എന്നാൽ ഈ ഖുർആനൊരു ചരിത്രം പറയാനുണ്ട്. എന്താണെന്നറിയോ? ഒരുപാട് പോളിസികളില്ല. ശരിക്കും മനസ്സിലാക്കണം നിങ്ങൾ. ഒരുപാട് പോളിസികളില്ല, ഒരുപാട് പദ്ധതികളില്ല, ഒരുപാട് പരസ്യങ്ങളില്ല, ഒരുപാട് സെമിനാറുകളില്ല. പിന്നെ 3 വാക്കുകൾ കൊണ്ട് ഒരു വലിയ സമുദായത്തെ മദ്യവിമുക്തമാക്കിയ ചരിത്രം ഖുർആന് പറയാനുണ്ട്. 3 വാക്കുകൾ കൊണ്ട്. ഏതാ വാക്ക്? നിങ്ങൾക്കറിയാലോ? വാക്കറിയില്ലേ? ഫഹൽ അൻതും മുൻതഹൂൻ. ഖുർആന്റെ ശക്തി നിങ്ങൾ ആലോചിച്ചോക്ക്. മദീനയിൽ ഈ ആയത്ത് അവതരിച്ചപ്പോ മദ്യത്തിന്റെ ചഷകം ചുണ്ടോട് ചേർത്ത് പിടിച്ചിരുന്ന യുവാക്കൾ ആ ചഷകം വലിച്ചെറിഞ്ഞു. വീടിന്റെ അകത്തേക്ക് ഭ്രാന്ത് പിടിച്ചതുപോലെ, എന്തോ ലഭിക്കാനുള്ളതുപോലെ ഓടിച്ചെന്ന് വീടിന്റെ അകത്തിന് ഇതുപോലെ കാത്തു സൂക്ഷിച്ചിരുന്ന മദ്യത്തിന്റെ വീപ്പ തച്ചുടച്ചു. മദീനയുടെ തിരുവോരങ്ങളിൽ കൂടി മദ്യത്തിന്റെ പുഴ ഒഴുകി. എന്നിട്ട് എന്ത് സംഭവിച്ചു? ആ പുഴ ഒഴുകിയ ഭാഗത്ത് ചെടികൾ മുളച്ചു. ആ ചെടികൾ മുളച്ചപ്പോ ഒട്ടകങ്ങൾ അത് ഭക്ഷിച്ചു. ആ ഒട്ടകത്തെ അറുത്ത് മാംസം ഭക്ഷിക്കുവാൻ പോലും മടി കാണിച്ചു ആ സമുദായം. എന്താ കാരണം? കള്ള് ഒഴുകിയ സ്ഥലത്ത് മുളച്ച ചെടിയിൽ കള്ളിന്റെ അംശമുണ്ടാകും. അത് ഭക്ഷിച്ച ഒട്ടകത്തിന്റെ മാംസത്തിൽ കള്ളിന്റെ അംശമുണ്ടാകും. അത് ഭക്ഷിക്കാൻ ഞാൻ തയ്യാറല്ല, കാരണം അത് ഖുർആനിന് എതിരാണ് എന്ന് വിശ്വസിച്ച ഒരു സമുദായത്തെ പടുത്തുയർത്താൻ ഖുർആന് സാധിച്ചു. സുബ്ഹാനല്ലാഹ്. സഹോദരങ്ങളെ, ഇത്തരത്തിലുള്ള ഒരു മാറ്റമുണ്ടാക്കാൻ ലോകത്ത് ഖുർആനിനല്ലാതെ മറ്റെന്തിനു സാധിക്കും? ഖുർആൻ പരിശ്രമിക്കുന്നത് മനുഷ്യന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് മാറ്റം കൊണ്ടുവരാനാണ്. മനുഷ്യന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് മാറ്റം കൊണ്ട് ഉറക്കം വരുന്നുണ്ടോ? ഒരുപാട് ആൾ ആവി ഇടുന്നുണ്ട്, വാച്ച് നോക്കുന്നുണ്ട്. 10:45 എന്നാ എഴുന്നേറ്റ് എല്ലാവർക്കും. എന്നാ എഴുന്നേറ്റ് നിന്നോ. എന്നിട്ട് ഒരു കാര്യം ചെയ്തു, നേരെ മുന്നിലുള്ള തലയിൽ കൈവച്ചിട്ട് നന്നായി വരുന്നു എന്ന് പറഞ്ഞോ. എന്താ മടി? ഒരു നല്ലത് പറയാൻ എത്ര മടി വേണ്ടല്ലോ.
ഞാനിത് ചെയ്തിട്ടില്ലെങ്കിലേ 75% ആളും ഷെയ്ത്താനാ പണ്ടാരടക്കം നിർത്തണില്ലല്ലോ ഇങ്ങനെ കയറി ഉറപ്പാണ്. അതുകൊണ്ടേ ഒരേ ഇരുത്തൊന്നും മലക്കളൊന്നല്ലല്ലോ നമ്മള്. കാരണം നമ്മളും ഇരിക്കണതാണല്ലോ ഇങ്ങനെ, കുറെ ഇരുന്നിട്ടാണല്ലോ കയറാൻ തുടങ്ങിയത്. അപ്പൊ ഉറക്കം വരുമ്പോ ഞാൻ ചിലപ്പോ ഡ്രസ്സിന്റെ കളറൊക്കെ പറഞ്ഞ് സൂചിപ്പിക്കും കേട്ടോ, ഉറങ്ങാൻ നിൽക്കണ്ട. അപ്പൊ എവിടെ നിർത്തി? ഖുർആൻ അങ്ങനെ